ഡോക്ടർ മാത്യു കോൾനാടൻ. സർ, ഈ ദേശീയപാതയെ സംബന്ധിച്ച് വലിയ അവകാശവാദങ്ങളാണ് പലപ്പോഴും സർക്കാരും മന്ത്രിയും ഒക്കെ ഉയർത്തിയതായി കാണുന്നത്. സ്വാഭാവികമായിട്ടും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലാതെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ഇൻപുട്സ് നൽകാനുള്ള ഒരു അവസരം PWDക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനുണ്ട്. ആ നിലയ്ക്ക് ഇവിടുത്തെ സ്പെസിഫിക് കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് പ്രോപ്പർ ഇൻപുട്സ് കൊടുക്കുകയും ഈ ദേശീയപാതയുടെ ഡിസൈനും അതിൻ്റെ വർക്ക് പാറ്റേണും മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ സോയിൽ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഇത് പ്രാപ്യമായിരിക്കും, അല്ലെങ്കിൽ ഗുണകരമായിരിക്കില്ല, അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ നടപടിയെടുക്കാത്തതിനെതിരെ നമ്മൾ എന്തെങ്കിലും എലിവേറ്റ് ഒരു പരാതി എന്ന എലിവേറ്റ് ചെയ്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പരാതിയുടെ മുകളിൽ സർ, ദേശീയപാത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള റോളും സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള റോളും NHAയുടെ റോളും ഒക്കെ തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ അതൊരു പ്രധാന പ്രശ്നമായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാന ഗവൺമെൻറ് നടത്തി. വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. അതിൽ ആ കാര്യങ്ങൾ അവർ നിർവഹിച്ചു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റിയെയും കേന്ദ്ര സർക്കാരിനെയും പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയും പൊതുവെ സർക്കാരും വകുപ്പ് മേധാവികളുമൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഇപ്പോൾ ദേശീയപാതയിൽ ഈ സംഭവം ഉണ്ടായതിന് ശേഷം എന്താണെങ്കിലും ഇപ്പോൾ അവർ ചെയ്ത ഡിസൈൻ വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാലോ. അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇത് ചേഞ്ച് ഓഫ് ഡിസൈൻ നിലവിൽ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ? വാട്ട് ചേഞ്ചസ് ദേ ആർ ഗോയിങ് ടു ബ്രിങ് ഇൻ? അത് നമ്മുടെ കണ്ടീഷൻസിന് അനുയോജ്യമാണോ എന്ന് PWD പരിശോധിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും ആധികാരികമായ റിപ്പോർട്ട് നമ്മൾ കേന്ദ്രത്തിനോ അല്ലെങ്കിൽ കേന്ദ്രം നമുക്കോ കൈമാറിയിട്ടുണ്ടോ എന്ന് പറയാം. യെസ് മിനിസ്റ്റർ. സർ, ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ കർക്കശമായ സമീപനം സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപൂർണ ഉത്തരവാദിത്തം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ആയതുകൊണ്ട് തന്നെ അതിൽ നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്.